ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ അൽഹംദുലില്ലാ എനിക്കിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡൈ മൈ ലൈഫാണ്. അതുപോലെ തംബ്നെയിൽ കണ്ട പോലെ നമ്മുടെ കട്ടക്ക് നിൽക്കുന്ന മടി ഉണ്ടല്ലോ, നമ്മൾ എത്ര മാറ്റിയാലും മാറാൻ പറ്റാത്ത രീതിയിലുള്ള മടി, അതെങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം. ഒരു 6 മണിയായപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് എൻ്റെ ഉമ്മ എൻ്റെ വീട്ടിൽ വിരുന്നാണ്. 2 ദിവസമായിട്ട് എനിക്ക് ഭയങ്കര സുഖമില്ലായ്മയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മ എൻ്റെ അടുത്ത് 2 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ഉമ്മ പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. ചായ ഞാൻ വേഗം എണീറ്റ് വന്ന പാടെ തന്നെ വേഗം ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പത്തിരി പരത്തലും ചുടലും ഒക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ചുടും, പിന്നെ കുറച്ച് ഉമ്മ ചുടും, വേറെ എന്തെങ്കിലും പണിയിൽ മക്കളെ മദ്രസക്ക് സ്കൂൾക്കൊക്കെ പറഞ്ഞേക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലാവുമ്പം ഞാനും ബിസിയാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഉമ്മ പത്തിരി ചുടലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. പിന്നെ തലേന്ന് നമ്മൾ ചിക്കൻ കറിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ആദ്യം തന്നെ ചൂടാക്കി എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നേരെ വന്നിട്ട് കേക്ക് ചുട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെറിയ ഇഷ്യൂവും കഴിച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് പത്തിരിയും ചിക്കൻ കറിയും കഴിക്കാണ് കേട്ടോ. ഇവിടെ ചിക്കൻ കറിയോ ബീഫ് കറിയൊക്കെ ആണെങ്കിൽ അന്നത്തെ ദിവസം പത്തിരിയാണ് കേട്ടോ. കാരണം എല്ലാവർക്കും പത്തിരി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പത്തിരിക്ക് നല്ല പോലെ രസമുള്ള കറി വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ബീഫോ അല്ലെങ്കിൽ കോഴി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ അത് ഉമ്മ പോയിട്ടുണ്ട്. ഉമ്മൻ്റെ കൂടെ എൻ്റെ ചെറിയ മോളും പോയിട്ടുണ്ട്. അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഈ ഒരു ജനൽമേൽ അത്യാവശ്യം നല്ല പോലെ മാറാലുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് തട്ടി കൊടുക്കാമെന്നുള്ളത്. ഇതുപോലത്തെ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ മാറാലും അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഒന്ന് മാറാലൊക്കെ ഒന്ന് തട്ടി കൊടുക്കുന്നത്. പിന്നെ അത്യാവശ്യം ഉറക്കത്തും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും കൂടി ഒന്ന് തട്ടി അവിടെ ഒന്ന് ക്ലീൻ ആക്കാൻ വിചാരിച്ചിട്ട് കുറേ ദിവസമായിട്ടോ. ഇന്നാണ് ഇപ്പോൾ അതിനൊരു സമയം കിട്ടിയിട്ടുള്ളത്. ഇനി മടി മാറ്റാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ജോലി ഉണ്ടാവും, അതിപ്പോൾ തീർക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തീർക്കണം, പക്ഷേ എനിക്കത് ചെയ്യാൻ കഴിയണില്ല, ഭയങ്കരമായിട്ട് മടി എന്നെ അലട്ടിക്കൊണ്ടിരിക്കുക എന്നൊക്കെ വിചാരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്നപ്പോൾ അടിച്ചു വാരാൻ അല്ലെങ്കിൽ തുടക്കാൻ ഇതൊക്കെ മടിയുള്ളവർക്ക് 5 മിനിറ്റ് കൊണ്ട് അടിച്ചു വാരലും തുടക്കലും ഞാൻ തീർക്കുന്നുള്ള ആ ഒരു പ്ലാൻ ചെയ്യാം. ആ പ്ലാൻ ചെയ്തിട്ട് 5 മിനിറ്റ് കൊണ്ട് തീർക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് നോക്കാം. എന്നിട്ട് ആ ഒരു ടൈം സെറ്റ് ചെയ്തതിന് ശേഷം ആ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്താണോ കാര്യം ഉദ്ദേശിച്ചിട്ടുള്ളത് അത് ആ രീതിയിൽ തന്നെ തീർത്തേ പറ്റൂ എന്നുള്ള ഒരു എന്താ പറയുക മനസ്സിൽ തന്നെ ഉറപ്പിക്കുക. അതിനനുസരിച്ചിട്ട് ഈ ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ജോലികൾ തീർക്കുക. അങ്ങനെ ടൈം വെച്ച് നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ മടികളൊക്കെ പെട്ടെന്ന് തന്നെ പമ്പ കടത്താൻ വേണ്ടിയിട്ട് നോക്കുക. മടി കൂടുതലായിട്ട് നമ്മളെ പിടിപിടുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു വീട് വൃത്തിയാക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ മുഴുവനായിട്ടും ഒരു നേരം അല്ലെങ്കിൽ ഒരു സമയം കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് വീട് മുഴുവൻ വൃത്തിയാക്കുക എന്നുള്ള ആ ഒരു പ്ലാനിങ് ഉണ്ടല്ലോ, അതങ്ങോട്ട് ഒഴിവാക്കുക. അതിന് പകരമായിട്ട് ഓരോ ദിവസവും ഓരോ റൂം, ഇപ്പോൾ ഒരു വീട്ടിൽ 3 റൂമുണ്ടെങ്കിൽ 3 ദിവസം കൊണ്ട് ആ 3 റൂമുകളും ഒരു ദിവസം ഒരു റൂമായിട്ട് അങ്ങനെ നമ്മൾ ആ ഒരു ക്ലീനിങ്ങും വൃത്തിയും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാനൊക്കെ നോക്കുക. അതിന് ശേഷം നമുക്ക് ഡൈനിങ് ഹാൾ എടുക്കാം, ഒരു ദിവസം നമുക്ക് കിച്ചൺ എടുക്കാം, ഒരു ദിവസം നമുക്ക് അല്ലാത്ത പിന്നെ ടോയ്ലറ്റോ അങ്ങനെ എന്തെങ്കിലും സിറ്റൗട്ടോ അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ ക്ലീൻ ആക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു മടി ഫീൽ ചെയ്യും കേട്ടോ. അതിന് പകരമായിട്ട് കുറച്ച് സമയം എടുത്തിട്ട് നമ്മൾ റൂം മുഴുവനായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മുടെ മടികൾ നമുക്ക് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാതിരിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ടൈം സെറ്റ് ചെയ്തിട്ട് 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ജോലികൾ പെട്ടെന്ന് തീർക്കണം, അതിന് നമ്മൾ പ്ലാൻ ചെയ്യണം. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ടൈമർ വെച്ചിട്ട് നമുക്ക് ജോലികൾ പെട്ടെന്ന് തീർക്കാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് എൻ്റെ കിച്ചണിലെ എല്ലാ ജോലികളും തീർക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് നടക്കും. അതുപോലെ നമുക്ക് ടൈമർ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഒരു ടൈം ഇങ്ങനെ ലാസ്റ്റ് ഓരോ ടൈം പോകുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പണികളൊക്കെ സ്പീഡാക്കിയിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. ഈ മടി അത് വരാനുള്ള ഏറ്റവും വലിയ വില്ലൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോണാണ്. ഈ ഫോണ് മാറ്റി വെക്കുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത ടാസ്ക് തന്നെയാണ് അല്ലേ. നമ്മൾ ഈ രാവിലെ എണീറ്റത് മുതൽ നമ്മൾ രാത്രി കിടക്കുന്നത് വരെ മൊബൈൽ എത്ര പ്രാവശ്യം നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുന്ന അതിനനുസരിച്ചിട്ട് നമ്മുടെ ടൈം അവിടെ വേസ്റ്റ് ആവുകയാണ്. നമ്മൾ ആദ്യം തന്നെ വിചാരിക്കുന്നത് എണീറ്റ പാടെ തന്നെ ഫോൺ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞിട്ട് അവിടെ വെക്കുക. എന്നിട്ട് നമ്മൾ തീരുമാനിക്കേണ്ടത് എന്താണ്,
എൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് ഞാൻ മൊബൈൽ ഫോൺ എടുക്കും എന്നുള്ള ആ ഒരു എന്താ പറയുക ദൃഢനിശ്ചയം നമ്മൾ ചെയ്യുക. അതിനനുസരിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക. പെട്ടെന്ന് പണി തീർത്താലേ നമുക്ക് എന്തായാലും ഫ്രീ ആയിട്ട് ഇരിക്കാം. അപ്പം നമുക്ക് യൂട്യൂബ് വീഡിയോ കാണാം, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ വീഡിയോസൊക്കെ കാണാം, പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം മാക്സിമം നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്ത് മടിയൊക്കെ കൂടാതെ നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ആ ഒരു ടൈമിംഗ് കുറച്ച് വരിക. എന്നിട്ട് നമ്മൾ ഈ മൊബൈൽ വെക്കുന്ന കുറച്ച് മാറ്റി വെച്ചാൽ തന്നെ നമ്മുടെ ക്ലീനിങ്ങും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ മടി കൂടാതെ തന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് തലേന്ന് രാത്രി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പിറ്റേന്നൊക്കെ നമുക്ക് ഒരു പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് തലേന്ന് തന്നെ നമ്മൾ ഒന്ന് ചിന്തിച്ച് കൂട്ടും. ചിലപ്പോൾ നമ്മൾ അതൊന്നും എഴുതി വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് പിറ്റേന്നാകുമ്പോൾ മറന്നു പോകുന്ന ആ ഒരു ഇതുണ്ടെങ്കിൽ അവളെ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക. എനിക്ക് നാളത്തെ ജോലികൾ എന്തൊക്കെ തീർക്കണം, എന്തൊക്കെ കാര്യങ്ങൾ പൂർത്തീകരിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇനിയിപ്പം മക്കളുടെ, ഹസ്ബൻഡിൻ്റെ, പിന്നെ നമ്മളുടെ തന്നെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം തീർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ മറന്നു പോകും ചില കാര്യങ്ങൾ. അത് നമ്മൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ മടി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും നമ്മളെപ്പോഴും ഒരു പ്ലാനർ റെഡിയാക്കിയെടുക്കുക. അതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലികളും ധൃതിയോട് കൂടിയിട്ടല്ലാതെ നല്ല സമാധാനപരമായിട്ട് നല്ല സമയം എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ തന്നെ മടിയൊക്കെ ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ പെർഫെക്റ്റ് ആവണം എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും സ്പീഡിൽ നമ്മളെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കരുത്. പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിൽ ആവണ്ട. പക്ഷെ നമുക്കുണ്ടല്ലോ നമ്മുടെ ഒരു എന്താ പറയുക ലൈഫിൽ എങ്ങനെ വേണം കാര്യങ്ങൾ എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു വീടാവുമ്പോൾ അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നമുക്കൊരു ധാരണ ഉണ്ടാവും. ആ ധാരണയ്ക്കനുസരിച്ചിട്ട് ചെയ്യുക. അല്ലാതെ എല്ലാം പെർഫെക്റ്റ് ആവണമെന്ന് വിചാരിക്കരുത്. ഉദാഹരണത്തിന് നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിലെല്ലാം ഉണ്ട്, നമ്മളെ വീട്ടിലൊന്നുമില്ല എന്നുള്ള ആ ചിന്ത ഉണ്ടല്ലോ, അതങ്ങോട്ട് മാറ്റി വെക്കുക. നമ്മളെപ്പോഴും നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നോക്കാം. മടിയെ തുരത്താൻ വേണ്ടിയിട്ട് പല വിദ്യകളും ഉണ്ട്. അത് നമ്മൾ സ്വയം കണ്ടെത്തുമ്പോഴാണ് അതിന് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുക. ഒരുപാട് നമുക്ക് മടിയും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ പാട്ട് പാടാനോ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് സ്വയം പാടാൻ ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പാട്ട് ഇങ്ങനെ ഫോണിലൊക്കെ കേൾക്കാൻ ഇഷ്ടമായിരിക്കും. അപ്പം നമ്മൾ മടിയും നമ്മൾ ആ ഒരു ടൈമിൽ ആ ഒരു ഇതുണ്ടല്ലോ ഭയങ്കര സങ്കടവും സാഡായിട്ട് നിൽക്കുന്ന ആ ഒരു സമയം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ചെറിയ കാര്യങ്ങൾ നോക്കുക. പാട്ട് പാടാൻ, അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ, അതിനൊക്കെ വേണ്ടിയിട്ട് ടൈം കണ്ടെത്തുക. മടിയെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിലൂടെയൊക്കെ നല്ല ഹാപ്പിനെസ് ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മടി തോന്നൂല കേട്ടോ. അപ്പോൾ ഈ മടീൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.